Sir, good morning and welcome to the show. Morning, Vishnu. Morning, viewers. സാർ നമുക്ക് ആദ്യം US മാർക്കറ്റിലോട്ട് തന്നെ പോകാം. ഏതായാലും US മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിച്ച ഒരു സമ്മിശ്രമായ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഇന്നലത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഡൗ ജോൺസ് ഏകദേശം 1% ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ S&P 500 0.55% ഒരു നേട്ടവും നാസ്ഡാക്കിൽ എന്നാൽ ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ഇടിവുമാണ് കാണാൻ സാധിച്ചത്. ഏതായാലും ഈ ഒരു ഏപ്രിൽ ഈ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ട്രംപിൻ്റെ ഒരു താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമൊക്കെ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. എന്താണ് സാറിൻ്റെ ഒരു US മാർക്കറ്റിൽ മുന്നോട്ടുള്ള ഒരു വ്യൂ? വിഷ്ണു, ഇന്നലത്തെ ട്രേഡിംഗ് നമ്മൾ അമേരിക്കൻ മാർക്കറ്റിൽ നോക്കുമ്പോഴേക്കും വളരെ ഹൈ ഒരു വോളറ്റിലിറ്റി ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഓപ്പണിംഗ് നിമിഷങ്ങളിൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിലും നാസ്ഡാക്ക് ഇൻഡെക്സിലും നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൽകിയത്. ബട്ട് അതിനുശേഷം പ്രത്യേകിച്ച് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വളരെ ശക്തമായിട്ട് തിരിച്ചുവരവായിരുന്നു കണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഇതേ ഫോർത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അമേരിക്കൻ വിപണിയിൽ തന്നെ നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇന്നലത്തെ ആ ക്ലോസിംഗിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു വ്യൂ നിലനിൽക്കും. ബട്ട് നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 42,500 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 43,300 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ആ ഒരു റിക്കവറി കണ്ടെങ്കിലും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ പ്രിവെയിലിംഗ് ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാസ്ഡാക്കിന്റെ ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ആമസോൺ, മെറ്റ, ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ്, മൈക്രോസോഫ്റ്റ് മുതലായ സ്റ്റോക്സിലൊക്കെ തന്നെ സെല്ലിംഗ് പ്രഷർ ഇന്നലെ തുടരുകയായിരുന്നു. ബട്ട് ഇതിൽ ഏറ്റവും അധികം എനിക്ക് നാസ്ഡാക്ക് മാർക്കറ്റിൽ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക് ടെസ്ല കനത്ത സെല്ലിംഗ് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നേരിട്ടിരിക്കുന്നത്. ബട്ട് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് $220 ഫോം ചെയ്തിട്ടുണ്ട്. ടെസ്ല എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള $305 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സാർ, നമുക്കിനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ടൊന്ന് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞൊരു വീക്കിൽ ഒരു ട്രേഡിംഗ് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു കാണാൻ സാധിച്ചത്. പ്രധാനമായും വെനസ്വേല എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് US തീരുവ ചുമത്തിയതും ഇറാനിയൻ എണ്ണ വ്യാപാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതൊക്കെ എണ്ണവില ഉയരാൻ കഴിഞ്ഞ ഒരു വീക്കിൽ ഒരു കാരണമായെന്ന് പറയാൻ സാധിക്കും. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നേട്ടം ക്രൂഡിൽ ഇപ്പോഴത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിൽ നിലവിലത്തെ ഒരു ട്രേഡ് നോക്കുമ്പോൾ ഒരു 0.16% ഒരു നേട്ടമാണ് ബ്രെൻഡ് ക്രൂഡിലുള്ളത്. ക്രൂഡ് ഓയിൽ 0.26% ഒരു നേട്ടവും ഇന്നത്തെ ട്രേഡിങ്ങിൽ കാണുന്നുണ്ട്. എന്താണ് സാർ ഇന്നത്തെ ഒരു ക്രൂഡിന്റെ ഒരു സാറിന്റെ ഒരു ടേക്ക്? ക്രൂഡ് ഓയിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു കൺസോളിഡേഷൻ മോഡിലായിരുന്നു. നമുക്ക് ഒത്തിരി ഷോർട്ട് കവറിംഗ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ട്രെൻഡ് ബെയറിഷിൽ നിന്നും സൈഡ് വേസ് ആയി മാറിയിരുന്നു. ബട്ട് ഇന്നലെ അതിശക്തമായിട്ടായിരുന്നു നമുക്ക് കേസിൽ ഒരു ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. ക്രൂഡിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് $72.50. എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ആഴ്ച തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഇതിന് ശേഷമുള്ള റെസിസ്റ്റൻസ് $74, $76, $79. ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മന്ത്ലി ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ തന്നെ ഏകദേശം 9% ഒരു നേട്ടം ഗോൾഡ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീക്കിലിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഈ കഴിഞ്ഞൊരു വീക്ക് എടുക്കുമ്പോൾ തന്നെ ഏകദേശം 2% ഒരു നേട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ട്രേഡിംഗ് ഗോൾഡിൽ നോക്കുമ്പോൾ ഒരു പുതിയ ഇൻട്രാഡേ ഹൈ ടച്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡ് നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 0.7% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഗോൾഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ പ്രിവെയിലിംഗ് ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. അത്ഭുതപ്പെടുത്തുന്ന മൂവ്മെന്റ് നമുക്ക് സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വീണ്ടും ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസിംഗ് നടത്തിയത്. സ്വർണത്തിന്റെ കേസിൽ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് 3,150, അതിനുശേഷം 3,185. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്താം. ബട്ട് നമ്മൾ $3,045 ലെവലിൽ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
നമുക്ക് ആഭ്യന്തര മാർക്കറ്റിലോട്ട് വരാം. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ കാണാൻ സാധിച്ചത് കഴിഞ്ഞ ഒരു മാർച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായ ഒരു പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു രീതി ഈ ഒരു മാർച്ച് മാസത്തിലും തുടർന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 6% മുകളിലേക്കുള്ളൊരു നേട്ടം നിഫ്റ്റി 50ക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലത്തെ, അതായത് കഴിഞ്ഞ ഒരു മാർക്കറ്റ് ഫ്രൈഡേയിൽ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഇടിവിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 23,519 എന്നൊരു ലെവലിലായിരുന്നു നിഫ്റ്റി 50യിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ നിലവിലുള്ള ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ ഒരു വളരെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 23,655. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 23,800, 24,170. 24,170 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. അതിനുശേഷം നമുക്ക് വലിയ മുന്നേറ്റം തന്നെ നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 23,390 പോയിന്റ് ആയിരിക്കും. നിഫ്റ്റി ബാങ്കിലോട്ട് നമുക്കൊന്ന് പോകാം. ബാങ്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ഒരു ഫ്ലാറ്റ് ഇടിവിലാണ് ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. 51,564 എന്നൊരു ലെവലിലായിരുന്നു നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. നമുക്ക് നിഫ്റ്റി ബാങ്കിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മന്ത്ലി പെർഫോമൻസ് എടുക്കുമ്പോൾ നിഫ്റ്റി 50ക്ക് സമാനമായി തന്നെ ഒരു 6% ഒരു നേട്ടം ബാങ്കിങ് സൂചിക രേഖപ്പെടുത്തിയിരുന്നു. ഇനി നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ പ്രിവെയിലിംഗ് ട്രെൻഡ് രണ്ട് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി കഴിഞ്ഞ 10 ദിവസത്തെ നേട്ടത്തിൽ ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. വളരെ മികച്ചൊരു സപ്പോർട്ട് ലെവല് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 50,700 പോയിന്റ് ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അത് തന്നെയായിരിക്കാം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് നമ്മൾ നിലനിർത്തേണ്ടത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 51,850 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 52,150. ഈ രണ്ട് റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയൊരു മൂവ്മെന്റ് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. അടുത്ത മേജർ റെസിസ്റ്റൻസ് 53,200, അതിനുശേഷം 54,300 ആയിരിക്കും. സാർ, ഇനി നമുക്ക് സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് പോകാം. നമുക്ക് ആദ്യമായിട്ടൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളതെന്ന് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ആണ്. കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ മൈസൂരിൽ പുതിയൊരു 5 ഏക്കർ വിസ്തീർണമുള്ള പുതിയൊരു ആഡംബര റെസിഡൻഷ്യൽ പ്രോജക്റ്റിൻ്റെ ഒരു സംയുക്ത വികസന കരാറിൽ കമ്പനി ഒപ്പുവെച്ചു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഏകദേശം 300 കോടി രൂപയുടെ മൊത്ത വികസന ഒരു വാല്യൂ ആണ് ആ ഒരു പ്രോജക്റ്റിന് ഇപ്പോൾ കണക്കാക്കുന്നത്. ബ്രിഗേഡ് എൻ്റർപ്രൈസസിൻ്റെ നമുക്കൊരു കഴിഞ്ഞ ദിവസത്തെ ഒരു ട്രേഡിംഗ് ഒന്ന് നോക്കാം. ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 1.69% ഒരു ഇടിവാണ് ബ്രിഗേഡ് എൻ്റർപ്രൈസ് രേഖപ്പെടുത്തിയത്. നിലവിൽ 976 എന്നുള്ളൊരു പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, ബ്രിഗേഡ് എന്റർപ്രൈസസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ 1,065 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 1,190 രൂപയിലാണ് കാണുന്നത്. നമ്മളിപ്പോ റിയാലിറ്റി മേഖലയിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ട സ്റ്റോക്ക് ഇസ് ഗോദ്രേജ് പ്രോപ്പർട്ടി. ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ 2,170 രൂപയായിരിക്കണം നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 2,240, 2,290 ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സ്റ്റോക്ക് ഒരു സെറ്റപ്പ് കാണാൻ സാധിക്കുന്നു. ഇറ്റ് ഇസ് ഓബ്റോയ് റിയാലിറ്റി. ഓബ്റോയ് റിയാലിറ്റിയുടെ കേസിൽ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 1,706. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1,800 രൂപയായിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. സാർ, അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് എഞ്ചിനീയേഴ്സ് ഇന്ത്യയാണ്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ഒരു സ്റ്റോക്കിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നൊരു ന്യൂസായിട്ടുള്ളത് ഏകദേശം 3,900 കിലോമീറ്റർ വിസ്തൃതിയുള്ള 413 സ്റ്റേഷനുകളായി കവച് നിർമ്മിക്കുന്നതിനായി ഏകദേശം 762 കോടി രൂപയുടെ കരാറുകൾ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസാണ് ലഭിക്കുന്നത്. സാർ, ഈ ഒരു സ്റ്റോക്കിൻ്റെ പേരിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. HBL എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ കവച് കരാറുകളുടെ മൂല്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ 3,618 കോടി രൂപയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. HBL എഞ്ചിനീയറിംഗിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്?
എച്ച് പി എൽ ഇലക്ട്രിക് എന്നുള്ള കമ്പനിയുടെ പേര് എനിക്ക് ഡേറ്റ ലഭിക്കുന്നുള്ളൂ. എച്ച് പി എൽ ഇലക്ട്രിക് കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 400 രൂപയും ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 440 രൂപയിലുമാണ് കാണുന്നത്. 440 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 460, 480, 500 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. അടുത്തൊരു സ്റ്റോക്ക് നമ്മൾ ഫോക്കസിലുള്ള നേരത്തെ പറഞ്ഞ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമുക്കൊന്ന് പോകാം. എഞ്ചിനീയേഴ്സ് ഇന്ത്യയാണ്. മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലും സർക്കാർ ഉടമസ്ഥയിലുള്ള സംഘടനയിൽ നിന്ന് ഏകദേശം 245 കോടി രൂപയുടെ കൺസൾട്ടൻസി അസൈൻമെൻറ്റുകൾ കമ്പനിക്ക് ലഭിച്ചു എന്നൊരു ഓർഡറുണ്ട്. നമുക്ക് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ 1.74, ഇന്നലെ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിങ്ങിൽ 1.74% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 160 എന്നുള്ളൊരു പ്രൈസാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? Engineers India is a government of India company. And here the mid-size company prevailing long-term trend bearish, short-term trend sideways ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ അങ്ങനെ ഒരു ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ ഒരു സെറ്റപ്പ് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. 180 മേജർ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ്, അതിനുശേഷം 203. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനിയിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നിരവധി പബ്ലിക് സെക്ടർ കമ്പനീസിൽ ട്രെൻഡ് റിവേഴ്സൽ നടന്നു കഴിഞ്ഞു. ഇതിൽ എടുത്തു പറയാനുള്ളത് ആദ്യത്തെ എൻ ടി പി സിയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 375 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. അതുപോലെ തന്നെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 188 രൂപ, അതിനുശേഷം 202. നമ്മളിപ്പോ ഭാരത് ഡൈനാമിക്സ് ഡിഫൻസ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഈ ഒരു സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1322. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് 1400, 1440, 1480. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ മേജർ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 4305 രൂപയിലെ റെസിസ്റ്റൻസ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ട് നമുക്കൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള കൊരിയാടിന്റെ കേസിലും നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കേസിൽ 1505 രൂപയുടെ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ഓൾമോസ്റ്റ് ഒരു 100-150 രൂപയുടെ മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സോളാർ ഇൻഡസ്ട്രീസ് ആണ്. നമ്മൾ സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു വീക്കിലി പെർഫോമൻസ് എടുക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളായി കണ്ടിന്യൂസ് ആയിട്ടൊരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലത്തെ ഒരു വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ 2.82% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോളാർ ഇൻഡസ്ട്രീസിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? സോളാർ ഇൻഡസ്ട്രി വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് നല്ല നേട്ടം ഈ സ്റ്റോക്ക് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്താം. ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 11,700 രൂപ. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഹീറോ മോട്ടോ കമ്പനിയാണ്. ഹീറോ മോട്ടോഴ്സിൻ്റെ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ 1.32% ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു ദിവസത്തെ ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു 2.5% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹീറോ മോട്ടോഴ്സിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഹീറോ മോട്ടോഴ്സ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷറാണ് നേരിട്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. ഇതിന്റെ ഹയസ്റ്റ് ലെവലിൽ നിന്നും ഏകദേശം ഒരു 45% ഇടിവായി സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 3920 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 4200, 4500.
അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഓട്ടോ സെക്ടറിൽ നിന്ന് തന്നെയുള്ള ഒരു സ്റ്റോക്കാണ്. ടാറ്റ മോട്ടോഴ്സ് ആണ്. നിലവിൽ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 0.8% ഒരു നേട്ടമായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീക്കിലി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ഒരു 7% ഒരു നേട്ടം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞൊരു വീക്കിൽ. നിലവിൽ 674 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നമുക്ക് മാർച്ച് മാസത്തില് ഒരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷോർട്ട് ടേമില് ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിനെ തുടർന്ന് നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പും ഇപ്പൊ നിലവിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 685 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് മേജർ റെസിസ്റ്റൻസ് 722ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 745, 775, 800 ഈ 3 ടാർഗറ്റ്സ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് HCL ടെക്നോളജീസ് ആണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ 2.3% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു വീക്കിൽ 2% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് കാണാൻ സാധിക്കുന്നത് 1592 എന്നുള്ളൊരു പ്രൈസാണ്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, നമ്മൾ IT മേഖല നോക്കുമ്പോഴേക്കും IT മേഖല നിഫ്റ്റി 50 ഇൻഡെക്സ്, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെയൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് എങ്കിലും ചില സെലക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജി സ്റ്റോക്സ്, പർട്ടിക്കുലർലി HCL ടെക്നോളജി, TCS, കൊഫോജ് മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഒരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിലായിരുന്നു ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നത്. HCL ടെക്നോളജി അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവൽ 1585ന്റെ സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അപ്പൊ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആ ഒരു സപ്പോർട്ട് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബൈങ് അവസരം ലഭിക്കും. അതുപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും 3560 രൂപയില മേജർ സപ്പോർട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കൊഫോജിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കൊഫോജിന്റെ ഓൾറെഡി ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഇതിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ 7810 രൂപയില കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 8260. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. കമ്പനിയെ പറ്റി നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഒരു 1.1% ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 220 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു വീക്ക് നോക്കുമ്പോൾ 6% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഹിന്ദുസ്ഥാന്റെ കേസിൽ പ്രിവെയിലിംഗ് ലോങ് ടേം ട്രെൻഡ് ബെയർഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ബട്ട് എങ്കിലും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 227 രൂപ. 227ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 240, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 246, 253 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ലോധയാണ്. ലോധയെ പറ്റി നോക്കുമ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഒരു 3.67% ഒരു ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. എന്നാൽ ഒരു വീക്കിലി പെർഫോമൻസിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ 11% ഒരു നേട്ടം കഴിഞ്ഞൊരു വീക്കിൽ ഈ ഒരു സ്റ്റോക്ക് മുഴുവനായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ലോധ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇമീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ് 1305 കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് CDSL ആണ്. CDSLൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2.7% ഒരു നേട്ടമാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ രേഖപ്പെടുത്തിയത്. വീക്കിലി ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 13% ഒരു റിട്ടേൺ കഴിഞ്ഞൊരു വീക്കിൽ ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ നിലവിലത്തെ ഒരു ട്രേഡിംഗ് പ്രൈസ് 1220 എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? CDSLന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഷോർട്ട് ടേമിന് വേണ്ടി ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 1225, 1275,
അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1320, 1370, അതിനുശേഷം മേജർ റെസിസ്റ്റൻസ് 1440 കാണുന്നത്. അടുത്തൊരു സ്റ്റോക്ക് ഇൻ ഫോക്കസ് ആയിട്ട് നമ്മുടെ ഉള്ളത് LIC ആണ്. LIC നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു ട്രേഡിംഗ് ഡേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.2% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീക്കിലി നോക്കുമ്പോൾ ഒരു 6% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലത്തെ ട്രേഡിംഗ് പ്രൈസ് 799 എന്നുള്ളതാണ്. LICയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? LICയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടത് 820, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 870, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 920. 920ന്റെ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. നമുക്ക് സ്റ്റോക്ക് നോക്കുമ്പോൾ 0.2% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 4 വീക്കിലായിട്ടുള്ള ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ ഒരു പോസിറ്റീവായ രീതിയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? BLന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് മാർച്ച് മാസത്തിൽ കണ്ട വലിയൊരു നേട്ടത്തിനെ തുടർന്ന് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ 285ന്റെ സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇന്നത്തെ ട്രേഡിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ഏഷ്യൻ പെയിൻറ്റ്സിനെ പറ്റി നോക്കുമ്പോൾ ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു മന്ത്ലി ട്രേഡിംഗ് എടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം 7% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ഒരു കൺസോളിഡേഷൻ മോഡിലുമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 2120 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 2480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, വളരെ നന്ദി ഇത്രയും വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ മാർച്ച് മാസത്തിൽ വിപണി ഒരു 6% പോസിറ്റീവായ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. കൂടാതെ ഇന്ന് പുതിയൊരു സാമ്പത്തിക വർഷം ആരംഭിക്കുക കൂടിയാണ്. എല്ലാവർക്കും മികച്ച ഒരു ട്രേഡിംഗ് വർഷം ഞാൻ ആശംസിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതോടൊപ്പം ഇനി അടുത്തത് മാർക്കറ്റ് സ്പീനറാണ്. പ്രേക്ഷകർ തീർച്ചയായും ഇവിടെ തുടരുക. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.